അപ്പോ ഈ വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തനങ്ങള് ഒരു സംസ്ഥാനത്തിന്റെ ഭരണഘടനാ പദവിയുടെ അത്യുന്നതങ്ങളിൽ ഇരിക്കുന്ന ഒരു പ്രഥമ പൗരന്റെ നേരെ പ്രയോഗിച്ചുകൊണ്ടൊന്നല്ല വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. കാരണം കേരളത്തിലെ ഇപ്പൊ ഏകദേശം എനിക്ക് 63 വയസ്സുണ്ട്. ഒരു 50 കൊല്ലമായിട്ട് ഈ വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തനങ്ങളൊക്കെ സശ്രദ്ധം വീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു 6-7 കൊല്ലം PSFI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ DYFIയിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ്. അപ്പൊ ഇത് ഇത്തരത്തിലൊന്നും അല്ല നടത്തേണ്ടത്. എന്ത് സന്ദേശമാണ് ഈ ഗവർണറും മുഖ്യമന്ത്രി ഈ ജനങ്ങൾക്ക് നൽകുന്നത്? 3 കോടി പ്രായപൂർത്തിയായ ജനങ്ങൾ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ 3 കോടി ജനങ്ങൾക്ക് അങ്ങേയറ്റം നമ്മൾ പറയില്ലേ, സത്യസന്ധമായ ഒരു രാഷ്ട്രീയ വീക്ഷണം നടത്തി കൊടുക്കേണ്ട ഗവർണറും മുഖ്യമന്ത്രിയും ഈ പ്രീ കെ ജി പോട്ടെ, ഒരു LP സ്കൂളിലെ വിദ്യാർത്ഥികളെ പോലെ തമ്മിൽ കണ്ടാൽ മിണ്ടാതെ അങ്ങോട്ട് മുഖം തിരിച്ച് ഇങ്ങോട്ട് മുഖം തിരിച്ചിട്ട് എന്താണ് ഇവർ രണ്ടുപേരും ഉദ്ദേശിക്കുന്നത്? കാരണം ഇവർ രണ്ടുപേരും നമ്മുടെ നികുതി പണം കൊണ്ട് ഉണ്ണുകയും ഉറങ്ങുകയും സുഖലോലുപതയിൽ കഴിയുന്നവരുമാണ്. ഇവർ ഒരു സെക്കൻഡ് ഇവരുടെ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നികുതി പണമാണ്. അപ്പൊ ഇവർ എങ്ങനെ വേണം എന്നുള്ളത് ചിന്തിക്കാനുള്ള, അല്ലെങ്കിൽ ഇവർ എങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കാനുള്ള അവകാശം ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും മാനിക്കാതെ ഇവർ തമ്മിലുള്ള ഈ കോഴിപ്പോര് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ രാഷ്ട്രീയ നാടകം എന്ന് വേണമെങ്കിൽ പറയാം, ഇത് നടത്തിയിട്ട് ഇവർ എന്ത് സന്ദേശമാണ് ഈ ജനങ്ങൾക്ക്? ഈ സംസ്ഥാനം നേരിടുന്ന എത്രയോ പ്രശ്നങ്ങൾ ഈ സംസ്ഥാനം നേരിടുന്നുണ്ട്. ഇപ്പൊ ക്ഷേമ പെൻഷൻ കിട്ടാണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടിയിട്ട് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണ്. ഇതിനൊന്നും ഈ ഗവർണറെ ഇടപെട്ടതായിട്ടൊന്നും കാണുന്നില്ല. അദ്ദേഹത്തെ മാത്രം ഈ MT കാലം എന്ന നോവലിൽ സേതു എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അപ്പൊ ആ കഥാപാത്രത്തെ കൊണ്ട് MT പറയിപ്പിക്കുന്നുണ്ട്, സേതുവിനെന്നും വലുത് സേതുവാണ്, സേതുവിനോട് അടുത്ത് നിൽക്കുന്നവരാണ്. ഈ ഗവർണറും ഇത് തന്നെയാണ് കാണിക്കുന്നത്, ഈ മുഖ്യമന്ത്രിയും ഇത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് അങ്ങേയറ്റം ഒരു അപലപനീയമായ, നമുക്ക് അസഹിഷ്ണുത ജനങ്ങളിലേക്ക് എത്തിക്കാതെ, രാഷ്ട്രീയക്കാർക്ക് എല്ലാ കാലത്തും അസഹിഷ്ണുത ഉണ്ട്, അത് അവരുടെ അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോഴുള്ള അസഹിഷ്ണുതയാണെങ്കിൽ ഇവർ രണ്ടുപേരും ഈ കാണിച്ചു കൂട്ടുന്ന ഈ അസഹിഷ്ണുത ഉണ്ടല്ലോ, ഈ ഇപ്പോഴത്തെ പ്രവർത്തനം ഉണ്ടല്ലോ, അത് അങ്ങേയറ്റം മോശപ്പെട്ട ഒരു സംഗതിയായി എന്ന് വേണം നമുക്ക് പറയാനുള്ളത്. വൃദ്ധരായാൽ വീഴാതെ നോക്കണം, വീറും വാശിയും വേണ്ടെന്ന് വെക്കണം. ഇത് വളരെ വലിയൊരു ആപ്തവാക്യം നമ്മുടെ കേരളത്തിൽ എന്ന് മുതലോ കേട്ടിട്ടുള്ളതാണ്. ശരി, MK ഹരിദാസ്, എന്തായാലും നമുക്ക് നമ്മുടെ ഭാഗ്യം കൊണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.